നമസ്കാരം. ആലപ്പുഴ CPM-ൽ പൊട്ടിത്തെറികൾ ശക്തമാകുമ്പോൾ പാർട്ടി എല്ലാ തരത്തിലും തകർന്ന് തരിപ്പണമാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. ആലപ്പുഴയിൽ പ്രതിഭയും ദലീമ ജോജോയും പാർട്ടി വിടാനുള്ള സാഹചര്യങ്ങളുണ്ട് എന്ന സൂചനയാണ് രഹസ്യ കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്നത്. നിലവിൽ അരൂർ MLA ആയ ദലീമ ജോജോ 7000-ഓളം വോട്ടുകൾക്കാണ് വിജയിച്ചത്. ഇപ്പോൾ CPM-ന്റെ ജില്ലാ നേതൃത്വത്തിനെതിരെ ശക്തമായി തന്നെ മുന്നോട്ട് വന്നിരിക്കുകയാണ് ദലീമ. പ്രതിഭ തുടക്കം മുതൽ തന്നെ പാർട്ടിക്കെതിരെ നിലപാടുകൾ വ്യക്തമാക്കി വിവാദങ്ങളിൽ പെട്ടിട്ടുള്ള ആളാണ്. എങ്കിലും തന്റെ നിലപാടുകൾ ശക്തമായി തന്നെ തുറന്നു പറയുകയാണ് പ്രതിഭ. നാസർ, AM ആരിഫ് തുടങ്ങിയ നേതാക്കൾ CPM-ൽ വലിയ രീതിയിൽ വിഭാഗീയതയുണ്ടാക്കിയെന്ന് പ്രതിഭ ആഞ്ഞടിക്കുന്നു. പോപ്പുലർ ഫ്രണ്ട്, SDPI പോലുള്ള സംഘടനകളുമായാണ് CPIM ഇപ്പോൾ വലിയ രീതിയിൽ ചേർന്ന് പ്രവർത്തിക്കുന്നത് എന്നും ഇത് CPM-ന്റെ കെട്ടുറപ്പിനെ ബാധിക്കുമെന്നും പ്രതിഭ പരോക്ഷമായി പറയുന്നു. മതേതര പ്രസ്ഥാനം എന്ന ഖ്യാതി നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നത് ഇരുവരും ഒരേ സ്വരത്തിൽ പറയുന്നു. അതേസമയം ആലപ്പുഴ നിയോജക മണ്ഡലത്തിൽ ചിത്തരഞ്ജനെതിരെ തോമസ് ഐസക് മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തൽ. തോമസ് ഐസക് കോൺഗ്രസിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്ന സാഹചര്യത്തിൽ ജില്ലയിൽ കടുത്ത രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഉടലെടുത്തിരിക്കുന്നത്. തോമസ് ഐസക്കിനെ പോലുള്ള നേതാക്കൾ എങ്ങനെയാണ് ഇപ്പോഴും CPM-ൽ ഇത്രയേറെ അപമാനം സഹിച്ച് കഴിയുന്നത് എന്നാണ് രമേശ് ചെന്നിത്തല കഴിഞ്ഞയിടെ ചോദിച്ചത്. ഇതിനു പുറമെ സുധാകരനെ കാണാനായി KC വേണുഗോപാൽ എത്തിയതും ആലപ്പുഴയിലെ CPM നേതൃത്വത്തെ ഞെട്ടിച്ചു. സുധാകരൻ കോൺഗ്രസിലേക്കോ എന്ന ചോദ്യത്തിന് വഴിവെക്കുന്നതായിരുന്നു ഈ കൂടിക്കാഴ്ച. എന്നാൽ സുധാകരനോട് CPM നേതൃത്വം കാണിച്ചിട്ടുള്ള അവഗണനയുടെ അടിസ്ഥാനത്തിൽ അത്തരത്തിലൊരു കാലുമാറ്റം നടന്നാലും അതിശയപ്പെടേണ്ടതില്ല. ആലപ്പുഴ ജില്ലയിൽ ചിത്തരഞ്ജനൊക്കെ കൂടി നടത്തുന്ന വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ നീക്കമുണ്ട്. PP ചിത്തരഞ്ജൻ MLA, മുൻ MLA-മാരായ CK സദാശിവൻ, TK ദേവകുമാർ എന്നിവരുൾപ്പെടെ ജില്ലാ സെക്രട്ടറി നാസർ, മന്ത്രി സജി ചെറിയാൻ എന്നിവരുടെ പക്ഷം ചേർന്ന് വിഭാഗീയ പ്രവർത്തനം നടത്തിയെന്ന തെറ്റിന് നടപടി നേരിടേണ്ടി വന്നിട്ടുള്ളതാണ്. PP ചിത്തരഞ്ജൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. മറ്റൊരു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ M സത്യപാലനും വിഭാഗീയതയ്ക്ക് നേതൃത്വം നൽകിയതായി കണ്ടെത്തിയിരുന്നു. CK സദാശിവനും TK ദേവകുമാറും ജില്ലാ കമ്മിറ്റി അംഗങ്ങളാണ്. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ VB അശോകനും ശ്രീകുമാർ ഉണ്ണിത്താനും അടക്കം നോട്ടീസ് അയച്ചിരുന്നു. ഇവരിൽ TK ദേവകുമാർ ഒഴികെ ബാക്കി എല്ലാവരും നാസർ പക്ഷക്കാരായാണ് അറിയപ്പെടുന്നത്. സജി ചെറിയാൻ പക്ഷക്കാരനായാണ് ദേവകുമാർ അറിയപ്പെട്ടത്. അമ്പലപ്പുഴ MLA ആയിട്ടുള്ള H സലാം സുധാകരനെ ഏറ്റവും അധികം അപമാനിച്ചിട്ടുള്ള ആളാണ്. സലാമിനെതിരെ സുധാകരൻ പാർട്ടിക്കകത്ത് പറഞ്ഞ വിമർശനങ്ങൾക്ക് കയ്യും കണക്കുമില്ല. അത്രമാത്രം സുധാകരനെ അപമാനിച്ചിട്ടുള്ള വ്യക്തിയാണ് സലാം. ആലപ്പുഴയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന വിഭാഗീയതയ്ക്കിടെ 2 വനിതാ MLA-മാർ കൂടി കളംമാറ്റം നടത്താനുള്ള സാഹചര്യം വന്നിരിക്കുകയാണ്. ആലപ്പുഴ CPM-ൽ രാജിക്കാലം ആഘോഷമാകുമ്പോൾ ഈ പ്രസ്ഥാനം തന്നെ നശിച്ചു നാറാണക്കല്ലെടുക്കാനുള്ള എല്ലാവിധ വഴികളും തുറന്നു കിടക്കുകയാണ്.